പ്രദേശവാസികളും ജനപ്രതിനിധികളും പരാതി നൽകിയതിന് പിന്നാലെയാണ് പോലീസ് പെരുമ്പാവൂരിലെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച പരിശോധന ആരംഭിച്ചത്. പെരുമ്പാവൂർ ASP മോഹിത് റാവത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പണം വാങ്ങി അനാശാസ്യം നടത്തിയ ലോഡ്ജ് മാനേജറടക്കം 2 പേരാണ് അറസ്റ്റിലായത്. പെരുമ്പാവൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജുകളിലായിരുന്നു പരിശോധന നടത്തിയത്. മുപ്പത്തോളം സ്വദേശി ലത്തീഫ, ലോഡ്ജ് മാനേജറായ ആലപ്പുഴ സ്വദേശി മനു എന്നിവർക്കെതിരെയാണ് നടപടി. We have registered a case under ITPA, Immoral Trafficking Prevention Act. 4 people have been named as accused. Today also, based on our sources, we conducted a raid in Orma Lodge, and similarly we have registered a case under ITPA. The manager and owner have been included as accused in the FIR. These activities, the police is taking strict action against these activities, and we will also be starting the process of closing these lodges. പെരുമ്പാവൂരിലെ ലോഡ്ജുകളിലേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളായ യുവതികളെ എത്തിക്കുന്നുവെന്ന പരാതി നേരത്തെ ഉയർന്നിരുന്നു. പിന്നാലെയാണ് പരിശോധന. കൃത്യമായിട്ട് തന്നെ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അത്തരം ലോഡ്ജുകളുടെ ലൈസൻസ് നഗരസഭ റദ്ദ് ചെയ്യുന്നതാണ്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ കോടതി എന്താണോ പറയുന്നത് ആ കോടതിയിലുള്ള ഓർഡർ ഉത്തരവ് അനുസരിച്ചല്ലാതെ ഇത്തരം ലോഡ്ജുകൾക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. കഴിഞ്ഞ ദിവസം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ മറ്റൊരു ലോഡ്ജിൽ നടത്തിയ പരിശോധനയിൽ മാനേജറടക്കം 3 പേരാണ് പിടിയിലായത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.